ഹേ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ അഷ്ടമി കാഴ്ചകളാണ്. അപ്പോൾ കുറേ കടകളും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പോയവർക്കൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇതിന് വരാത്ത കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു 8:30 സമയത്തെ കാഴ്ചയാണ്. അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു 10-10:30 ആയി. കാരണം നല്ല നടപ്പുണ്ടല്ലോ, ആ ബോട്ട് ചേച്ചിട്ട് അങ്ങോട്ട് പോകണമല്ലോ. അപ്പോൾ ഞങ്ങൾ പോകാൻ ഫസ്റ്റ് വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാനായിട്ട് കോളിഫ്ലവർ വാങ്ങി. അത് ഫ്ലോപ്പായിരുന്നു കേട്ടോ. അതിൻ്റെ അന്നത്തെ മുട്ട ബജിയുടെ പോലെ തന്നെ കോളിഫ്ലവർ ഫ്ലോപ്പായിരുന്നു. അതിന് ശേഷം ഞാൻ പിന്നെ ഒരു കരിമീൻ ജ്യൂസ് വാങ്ങിച്ചു. നല്ല രുചിയുണ്ടായിരുന്നു, നല്ല മധുരം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് ബോട്ട് ജെട്ടിയിൽ അങ്ങോട്ടാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ നല്ല കൈനോട്ടക്കാരുണ്ട്. നല്ല കൈനോട്ടക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ചേട്ടന്മാരും മീൻസ് കുറേ അപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഇങ്ങനെ കൈ നോക്കാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം, അതായത് ഈ ദിവസം, ഇതിന് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം ചിഹ്നമൊക്കെ വന്നപ്പോഴും ഞങ്ങളിങ്ങനെ ഇത് കാണാനൊക്കെ പോയായിരുന്നേ. അപ്പോൾ അവർ ഞങ്ങൾ ആ ദിവസം പറ്റിച്ചേ 200 രൂപ വെറുതെ പോയി. പിന്നെ എനിക്കെന്തോ അതൊക്കെ ഭയങ്കര ഇഷ്ടം, ഒരു ക്രേസാണ് ഈ കൈനോട്ടം എന്ന് പറഞ്ഞാൽ. എനിക്കൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഞാനിങ്ങനെ അതിനൊക്കെ വെറുതെ പൈസ കൊണ്ടേ കളയാറുണ്ട്. പിന്നെ ഇതിൽ കയറാൻ 50 രൂപ വേണമായിരുന്നു. പിന്നെ ഈ ആകാശപമ്പരം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. അത് നേരി കാണാൻ ഇങ്ങനത്തെ അത് ആ വീട്ടിൽ എത്രത്തോളം എന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഓരോ റൈഡിനും 100 രൂപ വെച്ചെന്തോമാണ്. അതിനകത്ത് കയറണം. ആനിമൽസിനെ കാണണമെങ്കിൽ 50 രൂപ ഒരാൾക്ക്, ബാക്കി ഈ റൈഡിലൊക്കെ 100 ആണ്. പക്ഷേ ഞാൻ ഒരെണ്ണത്തിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് മതിയായി. ഞാൻ പിന്നെ ഒന്നിലും കയറില്ല, നേരെ വീട്ടിലോട്ട് പോകും.